ഓം നമോ ഭഗവതേ സാईശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ഗൃഹം അമ്മായി. ഭഗവാൻ ബാബയ്ക്ക് ഈശ്വരാംബ ഗൃഹം അമ്മായി ആയിരുന്നു. അച്ഛൻ ഗൃഹം അബ്ബായിയും. അമ്മേ എന്നോ തെലുങ്കിൽ തല്ലി എന്നോ അമ്മ എന്നർത്ഥം. സ്വാമി ഈശ്വരാംബയെ വിളിച്ചില്ല. ഗൃഹം അമ്മായി എന്നാൽ ഗൃഹത്തിലെ പുത്രി എന്നർത്ഥം. ഇതുവരെ അമ്മേ എന്ന് വിളിച്ച കുഞ്ഞ് ഇങ്ങനെ മാറ്റി വിളിച്ചാൽ ഏതമ്മയ്ക്ക് അത് സഹിക്കാനാവും? താൻ സായിബാബയാണെന്ന് പ്രഖ്യാപിച്ചതോടെ ഗ്രാമീണർ സത്യനെ ബാബ എന്ന് വിളിക്കാൻ തുടങ്ങി. ആ പേരും ഒരു വിദേശ നാമം പോലെ, അല്ലെങ്കിൽ ഒരു മുസ്ലിം നാമം പോലെ, പരിചയമില്ലാത്ത പേരുപോലെ അമ്മയ്ക്ക് അനുഭവപ്പെട്ടു. പിന്നീട് കുപ്പം സ്വദേശികളായ ഭക്തന്മാർ വന്ന് സ്വാമി എന്ന് വിളിച്ചു തുടങ്ങി. ആ പേര് ഈശ്വരാംബയ്ക്ക് കുറച്ചു സ്വീകാര്യമായി. പിന്നീട് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടതായി ആ നാമം രൂപാന്തരപ്പെട്ടു. സത്യനെ ചോദ്യം ചെയ്യാനും സത്യന്റെ കള്ളത്തരം പുറത്തു കാണിക്കാനുമായി നിരവധി പണ്ഡിതന്മാരും ശാസ്ത്രിമാരും ആദ്യകാലങ്ങളിൽ ഗ്രാമത്തിൽ വരുമായിരുന്നു. അപ്പോൾ അമ്മ ഭയക്കും. തൻ്റെ കുഞ്ഞ് തോൽക്കരുതെന്ന് തീവ്രമായി ഈശ്വരനോട് പ്രാർത്ഥിക്കും. എൻ്റെ കുഞ്ഞിൻ്റെ കഴിവ് തീർന്നു പോകരുതേ. സമസ്ത ജ്ഞാനത്തിൻ്റെയും ഉറവിടമാണ് സത്യനെന്ന് പാവം അമ്മയ്ക്ക് അറിയില്ലല്ലോ. വാദിക്കാൻ വന്നവർ തലയും തൂക്കിയിട്ട് തിരിച്ചു പോകുമ്പോഴാണ് ഈശ്വരാംബ ശരിക്കും ശ്വാസം വിടുക, ഒരു പരീക്ഷ ജയിച്ചവളെ പോലെ. എല്ലാം സ്വാമിയുടെ ഇച്ഛ. ഈശ്വരാംബ. ഒടുവിൽ ഈശ്വരാംബ അറിയേണ്ടത് അറിഞ്ഞു. അമ്മ പറയുമായിരുന്നു, അന്തസ്വാമി ദയ അമ്മ. എല്ലാം സ്വാമിയുടെ അനുഗ്രഹം കുഞ്ഞെ. സമസ്തവും ഈശ്വര കൃപയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന അറിവിലേക്ക് ഈശ്വരാംബയെ സ്വാമി ഉണർത്തി. എല്ലാറ്റിൻ്റെയും നിറവിലാണ് ഈശ്വരാംബ കഴിഞ്ഞത്. ഭൗതിക തലത്തിലും ആധ്യാത്മിക തലങ്ങളിലും നിറവ്. പക്ഷേ പ്രാരബ്ധങ്ങളുടെ ഞെരുക്കം അപ്പോഴും അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. പെൺമക്കൾ രണ്ടുപേരും ചെറുപ്രായത്തിൽ തന്നെ വിധവകളായി. ഒരാളുടെ ഭർത്താവ് മരിച്ചത് പേ പിടിച്ച നായ കടിച്ചിട്ട്. ഒരു പേരക്കുട്ടി ജന്മനാ മൂകനും ബധിരനും. മറ്റൊരു പേരക്കുട്ടി വസൂരി രോഗത്തിന് ഇരയായി. ഭർത്താവിൻ്റെ പൊടുന്നനെയുള്ള മരണം, ഇളയ മകൻ്റെ അനാരോഗ്യം. പക്ഷേ ഇതിനെയൊക്കെ തരണം ചെയ്യാൻ അമ്മയ്ക്കായത് എല്ലാം സ്വാമിയുടെ ഇച്ഛ എന്ന തിരിച്ചറിവിൽ നിലകൊള്ളാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ. പ്രാരബ്ധങ്ങളെ നേരിടാനുള്ള കരുത്തായി പുത്രരൂപത്തിലാഗതനായ ഭഗവാനും നിലകൊണ്ടു. ഈ ദുരിതങ്ങളെക്കാളൊക്കെ ഈശ്വരാംബയെ ഉലച്ചത് സ്വാമിയുടെ ശാരീരിക പ്രശ്നങ്ങളാണ്. ബാല്യകാലത്തുണ്ടായ മന്ത്രവാദികളുടെ പീഡനങ്ങൾ, പിന്നീടുണ്ടായ ഗുരുതരമായ പക്ഷാഘാതം, ഹൃദയസ്തംഭനം, അപ്പൻഡിക്സ്, ഇങ്ങനെ നീണ്ടുപോകുന്നു സ്വാമിയുടെ ശരീരത്തിനേറ്റ കനത്ത ആഘാതങ്ങൾ. ഇതെല്ലാം ഞാൻ ഏറ്റെടുത്തതാണ് എന്ന സ്വാമിയുടെ വാക്കുകളൊന്നും അമ്മയിൽ ആശ്വാസം പകരാൻ പര്യാപ്തമായില്ല. സ്വാമി കാര്യങ്ങൾ വിശദീകരിച്ചു. സ്വാമിയെ പരിചരിച്ച പണ്ഡിതന്മാരും ഡോക്ടർമാരും വിവരിച്ചു, ഇത് രോഗമല്ല, ഭഗവാന്റെ അവതാര ദൗത്യം നടപ്പാക്കാൻ പ്രാപ്യമാകും വിധം, അതിനുള്ള ദൈവിക ചൈതന്യം താങ്ങാൻ തക്ക വിധം സ്വാമി സ്വന്തം ശരീരഘടനയെ ഉടച്ചു വാർക്കുകയാണ്. ഇത്തരം വാക്കുകൾക്ക് ഒരമ്മയെ എങ്ങനെ ആശ്വസിപ്പിക്കാനാകും? അമ്മയെ ഈശ്വരൻ്റെ അമ്മ എന്ന തലത്തിലേക്ക് സ്വാമി ഉയർത്തുകയായിരുന്നു. പുത്രനായ രാമനെ ഓർത്ത് കൗസല്യ തിന്ന തീ, പുത്രനായ കൃഷ്ണനെ ഓർത്ത് ദേവകിയും യശോദയും അനുഭവിച്ച അഗ്നിപരീക്ഷകൾ, അതെ, അത് മറ്റൊരു തരത്തിൽ കലിയുഗത്തിലും അരങ്ങേറി എന്നു മാത്രം. എന്താ ദ്രൗപദി വിളിച്ചുവോ? ഇടയ്ക്കിടെ ബാഹ്യബോധം വിട്ട് താഴെ വീഴുന്ന സ്വാമിയെ കണ്ട് ഈശ്വരാംബ പരിഭ്രമിച്ചിരുന്നു. എന്തെങ്കിലും കടുത്ത രോഗം സ്വാമിക്കുണ്ട് എന്ന്, ഉള്ളിലുണ്ടെന്ന് ഉറപ്പിക്കും മുമ്പ് ഭഗവാൻ അരുളും, ഭക്തൻ ഒരു റോഡപകടത്തിൽപ്പെട്ടു, അല്ലെങ്കിൽ മദ്രാശിയിൽ തീപിടുത്തമുണ്ടായി, അമേരിക്കയിൽ വെള്ളപ്പൊക്കം, അവിടെ തളർന്നു വീഴുന്ന ഭക്തസമൂഹത്തെ രക്ഷിക്കാൻ ഓടിപ്പോയി. ഇതൊക്കെ വേണ്ട വിധം ദഹിക്കാത്ത ആദ്യകാലങ്ങളിൽ ബാഹ്യബോധത്തിലേക്ക് വരുന്ന മകനോട് അമ്മ സങ്കടവും ദേഷ്യവും സന്തോഷവും കലർന്ന സ്വരത്തിൽ ഉറക്കെ ചോദിക്കും, എന്താ ദ്രൗപദി ഹസ്തിനപുരത്തിലേക്ക് വിളിച്ചുവോ? കാട്ടിലേക്ക് ധ്രുവൻ വിളിച്ചുവോ? ഗജരാജനെ പിടിച്ച് മുതലയെ സംഹരിക്കാൻ പോയതാണോ? സ്വാമി പുഞ്ചിരിയോടെ വാത്സല്യനിധിയായ മാതാവിനോട് പറയും, അതെ, ഇപ്പോഴും ദ്രൗപദിമാരെ അവമാനിക്കുന്ന കൗരവന്മാരുണ്ട്, ഉഗ്രകോപികളായ ദുർവാസാവുമാരുമുണ്ട്, ഇരകളെ കാത്തിരിക്കുന്ന മനുഷ്യമുദ്രകളുണ്ട്. ആരെല്ലാം ഈശ്വരനെ സഹായത്തിനായി വിളിക്കുന്നുവോ അവരെ രക്ഷിക്കാൻ ഞാനുണ്ട്. അത് ലോകർക്കെല്ലാം കാണിച്ചു കൊടുക്കാൻ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ വെളിപ്പെടുത്തലിൽ അമ്മ മൗനിയായി. മൃത്യുവക്ത്രം.
1963 ഗുരുപൂർണിമയ്ക്ക് മുമ്പ് സ്വാമിയുടെ ശരീരത്തിലുണ്ടായ മാരകമായ രോഗപ്രഹരം സത്യസായി ചരിത്രത്തിലെ ഏറ്റവും നൊമ്പരപൂർണമായ സമയമായിരുന്നു. 4 കഠിനമായ ഹൃദയാഘാതം, പക്ഷാഘാതം, മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി, കോടിയ മുഖം, നാവ് പുറത്തേക്ക് നീണ്ടിരിക്കുന്നു, മുക്കിയും മൂളിയുമായിരുന്നു സംസാരം, കടുത്ത പനിയും. ആ കാഴ്ച കാണാൻ അമ്മയ്ക്ക് കരുത്തുണ്ടായില്ല. താഴെ നിന്ന് അവർ എല്ലാം കേട്ടു. വിദഗ്ധനായൊരു ഡോക്ടറെ പിതൃസഹോദര പുത്രൻ കൊണ്ടുവന്നു. സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കാനല്ലാതെ മരുന്ന് കൊടുക്കാനോ ഒരു ഡ്രിപ്പ് കൊടുക്കാനോ പരിശോധനയ്ക്കുള്ള പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനോ സ്വാമി അനുവദിച്ചില്ല. തിരിച്ചു പോകുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി അദ്ദേഹത്തെ വീണ്ടും കാണാനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ട്യൂബർകുലർ മെനിഞ്ചൈറ്റിസിന്റെ ശക്തമായ ആക്രമണമാണിത്. ചികിത്സിക്കാൻ അനുവദിക്കുന്നുമില്ല. ഞാൻ പിന്നെ എന്തു ചെയ്യാൻ? ബാബയുടെ ശക്തി ക്ഷയിച്ചെന്നും പലരുടെയും ദുർമന്ത്രവാദത്തിന്റെ ഫലമായി പിശാചുകൾ ബാധിച്ചെന്നും ഇനി പ്രതീക്ഷ വേണ്ടെന്നും വാർത്ത പരന്നു. അമ്മയുടെ കാതിലും വാർത്ത എത്തി. ദിവസങ്ങൾ കഴിഞ്ഞു. ഗുരുപൂർണിമ ദിനമായി. സ്വാമിയുടെ നിർബന്ധപ്രകാരം ഭക്തദർശനത്തിനായി താഴേക്ക് സ്വാമിയെ കൊണ്ടുവന്നു. ഒരു കസേരയിൽ സ്വാമിയെ ഇരുത്തിയിരിക്കുന്നു. മുഖത്തെ ക്ലേശം കാണാതിരിക്കാൻ താടിയും ശിരസ്സും ചേർത്ത് വലിയ കർച്ചീഫ് കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഇടതുകാൽ വിറങ്ങലിച്ചിരിക്കുകയാണ്. തേങ്ങലും കരച്ചിലും ഗദ്ഗതങ്ങളും കേൾക്കാം. മകനെ ഈ വിധത്തിൽ കണ്ടതും മാതാപിതാക്കളുടെ നിയന്ത്രണം വിട്ടുപോയി. തലയിൽ സ്വയം ഇടിച്ചുകൊണ്ട് അച്ഛൻ ഉറക്കെ ചോദിച്ചു, എൻ്റെ മോൻ പോയോ? മുഖം പൊത്തി ഏങ്ങലടിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, ഇത് സംഭവിക്കുമെന്ന് ഞാൻ എത്ര കാലമായി പേടിച്ചിരിക്കുകയായിരുന്നു. അമ്മ ബോധരഹിതയായി വീണു. പിന്നീട് സ്വാമി സ്വയം സുഖപ്പെടുത്തിയ വിവരം മകളിൽ നിന്നു കേട്ടാണ് ഈശ്വരാമ്പയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ. അനുഭവങ്ങളുടെ തീർച്ചുളയിൽ അമ്മയെ ഊതിക്കാച്ചിയെടുക്കുകയായിരുന്നു ഭഗവാൻ. മനുഷ്യരെ തിന്നുന്നവർ. ഭഗവാന്റെ ആഫ്രിക്കൻ യാത്ര അമ്മ കേട്ടത് ഞെട്ടലോടെ. അമ്മ പെറുപിറുത്തു, വേറൊരു സ്ഥലവുമില്ലേ? ഇവിടെ ഇരുന്നാൽ പോരെ? എന്തിനിങ്ങനെ അലയുന്നു? പക്ഷെ ഞാൻ ആരോട് പറയാൻ? സഹിക്കവയ്യാതെ അമ്മ തന്നെ സ്വാമിയോട് പറഞ്ഞു, എന്തിനിത്ര ദൂരെ പോകുന്നു? അതും കടൽ കടന്ന്. മൈലുകൾ നീളമുള്ള പാമ്പുകളും പക്ഷികളും തിമംഗലവും നിറഞ്ഞതാണ് കടൽ എന്ന കാര്യം രാമായണത്തിൽ നിന്നും അറിയാമല്ലോ. അതെ, അത്തരം സ്ഥലങ്ങളിലാണ് എൻ്റെ ജോലിയും, ഭഗവാൻ മറുപടി പറഞ്ഞു. സ്വാമി ഈശ്വരാമ്പയുടെ മമത മുറിക്കാനായി കൂടുതൽ പറയാൻ തുടങ്ങി. ഏതാനും വർഷം മുമ്പ് വരെ അവിടെ മനുഷ്യരെ സ്വാദോടെ തിന്നുന്ന ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ശരിയായിരിക്കാം, ഈശ്വരാമ്പ ഭീതിയോടെ പറഞ്ഞു. രാവണൻ അത്തരം ഗോത്രത്തിൽപ്പെട്ടയാളാണ്. 2 മാസത്തിനുള്ളിൽ സീത തനിക്ക് വഴങ്ങിയില്ലെങ്കിൽ വെട്ടിമുറിച്ച് പ്രഭാത ഭക്ഷണമാക്കി തരണമെന്ന് അയാൾ പറഞ്ഞതല്ലേ. അതുകൊണ്ട് അത്തരക്കാർ വസിക്കുന്ന ദിക്കിലേക്ക് സ്വാമി പോകണ്ട. അപ്പോൾ ഭഗവാൻ അമ്മയെ സ്വാന്തനിപ്പിച്ചുകൊണ്ട് അരുളി, പേടിക്കണ്ട, എനിക്കൊന്നും പറ്റില്ല. എൻ്റെ കൂടെ കസ്തൂരിയുണ്ട്, ഇന്ദുലാൽ ഷായുണ്ട്. അപകടമുള്ള ദിക്കിലേക്ക് ഞാൻ അവരെ കൊണ്ടുപോകുമോ? അവിടെ എത്രയോ ആളുകളുണ്ട്. ഇതേവരെ അവരെ ആരെയും ആ ഗോത്രക്കാർ തിന്നിട്ടില്ല. താൻ തന്നെ മാതാവിൽ കൊളുത്തിയ വേവലാതിയുടെ ജ്വാലകൾ ഭഗവാൻ തന്നെ അണയ്ക്കാൻ സഹായിച്ചു. അമ്മയായ ദേവഹൂതിയെ കപിലവാസുദേവൻ എങ്ങനെ ഉദ്ധരിച്ചെടുത്തുവോ അതുപോലെ അമ്മയെ തൻ്റെ പ്രധാന വിദ്യാർത്ഥികളിൽ ഒരാളാക്കി ഭഗവാൻ വഴി കാണിച്ചു നടത്തി. ആനന്ദം ആഹാരം. അമ്മമാർ തങ്ങളുടെ സ്നേഹം മുഴുവൻ പ്രകടിപ്പിക്കാൻ കഴിയുന്നത്ര ശ്രമിക്കുന്നത് മക്കൾക്കായി ആഹാരം ഒരുക്കുമ്പോഴും കൊടുക്കുമ്പോഴുമാണ്. പക്ഷേ ഒരിക്കൽ പോലും ഈശ്വരാമ്പയ്ക്ക് അങ്ങനെയും ആനന്ദിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. ഭക്ഷണമേ വേണ്ടാത്ത പുത്രൻ. മാത്രമോ, കിട്ടിയ ഭക്ഷണം എന്തായാലും അതിലൊരു കുറവും കാണാത്ത മകൻ. നന്നേ ചെറുപ്പത്തിൽ പോലും ഇതായിരുന്നു സ്ഥിതി. അന്ന് ഒരു യാചകനോ കുട്ടികളോ എന്തിനൊരു കാക്കയോ പൂച്ചയോ വിശന്നു കരഞ്ഞാൽ പിന്നെ സത്യൻ ഭക്ഷണം കഴിക്കില്ല. തനിക്കുള്ളത് വിശക്കുന്നവർക്ക് മുഴുവൻ കൊടുക്കും. മുതിർന്നപ്പോൾ സ്വാമി അമ്മയോട് പറഞ്ഞു, എൻ്റെ ഭക്തന്മാർ അനുഭവിക്കുന്ന ആനന്ദമാണ് എനിക്കുള്ള ആഹാരം. അമ്മയ്ക്ക് ഈ ഉത്തരം എങ്ങനെ ഉൾക്കൊള്ളാനാകും? ഭഗവാന്റെ പതിവ് ഏതാണ്ട് ഇങ്ങനെ: രാവിലെ 8 മണിക്ക് പ്രഭാത ഭക്ഷണത്തിനെത്തും, 11-ന് ഉച്ചഭക്ഷണം, രാത്രി 8-ന് അത്താഴം. ഈ സമയം ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് വരും. ഭക്ഷണത്തിൽ കൂടി വിരലുകൾ ഓടിക്കുന്നതു കാണാം, അവയെ തലോടാൻ എന്നതുപോലെ. ഏതാനും നിമിഷം കഴിഞ്ഞാൽ എഴുന്നേൽക്കും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എന്ന് വരുത്തും. അത് കണ്ട് അമ്മ ഭക്തന്മാരായ കസ്തൂരിയോടും മറ്റും പറയും, കഴിക്കുന്നത് കണ്ടില്ലേ, അവന് വേണ്ട വിധം ആഹാരം ആരും ഉണ്ടാക്കി കൊടുക്കുന്നില്ല.
എല്ല് തള്ളി നിൽക്കുന്നത് കാണാം. വാരിയലുകൾ വരെ എണ്ണാം. നിങ്ങളുടെയൊക്കെ അമിതമായ ഭക്തിപ്രകടനം കൊണ്ടാണ് സ്വാമി ഇങ്ങനെ ചടച്ചിരിക്കുന്നത്. അത് കേട്ട് കസ്തൂരി തലകുനിക്കും. അമ്മയോട് അല്ലാതെ എന്തു പറയാൻ? ഓം തത്സത്ത്.